സ്വപ്നം കണ്ടു നടന്ന അധികാരക്കസേര തച്ചുടച്ചു. കെട്ടിപ്പൊക്കിയ അഹങ്കാരത്തിൻ്റെ കോട്ടകൾ ഒന്നൊന്നായി നിലംപൊത്തുകയാണ്. അതെ, പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ മലയോര ഗ്രാമമായ നാരങ്ങാനത്ത് ജനങ്ങളുടെ തലയിൽ കയറി നിരങ്ങിയിരുന്ന BJP ഭരണസമിതിയെ തൂത്തെറിഞ്ഞിരിക്കുകയാണ് നാട്ടുകാർ. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യത്തിൽ അപ്രതീക്ഷിതമായി കൈവെള്ളയിൽ വീണുകിട്ടിയ ഒരു ഭരണം. ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ അഹങ്കാരത്തോട് ഭരിച്ചു തീർത്ത നാളുകൾ. ഒടുവിൽ ആ അധികാര ഹൂങ്കിന് നാരങ്ങാനത്ത് കല്ലറ ഒരുങ്ങിയിരിക്കുന്നു. അവിശ്വാസ പ്രമേയമെന്ന രാഷ്ട്രീയ ആയുധത്തിനു മുന്നിൽ BJP ഇന്ന് അക്ഷരാർത്ഥത്തിൽ തവിടുപൊടിയായിരിക്കുകയാണ്. ആകെ 14 വാർഡുകളുള്ള നാരങ്ങാനം പഞ്ചായത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്കും കോൺഗ്രസിനും 6 വീതം സീറ്റുകളാണ് ലഭിച്ചത്. LDFന് 2 സീറ്റുകൾ, അത് രണ്ടും CPMനായിരുന്നു. അങ്ങനെ തുല്യ സീറ്റുകൾ വന്നതോടെ അന്ന് നറുക്കെടുപ്പിലൂടെ ഭാഗ്യം BJPയെ തുണച്ചു. എന്നാൽ ആ നാണയത്തുട്ടിൻ്റെ ഭാഗ്യം കൊണ്ടു മാത്രം കിട്ടിയ ഭരണം വെച്ച് നാട്ടുകാരെ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാമെന്ന് കരുതിയ BJPക്ക് തെറ്റി. 6 മാസം തികയാൻ കാത്തിരുന്ന പ്രതിപക്ഷം ഒടുവിൽ ആ മാരകായുധം പുറത്തെടുത്തു, അവിശ്വാസ പ്രമേയം. ഇന്ന് നാരങ്ങാനം പഞ്ചായത്ത് ഹാളിൽ നടന്ന ആ വാശിയേറിയ പോരാട്ടത്തിൽ 8-നെതിരെ 6 വോട്ടുകൾക്കാണ് BJPയുടെ ഭരണസമിതി കാറ്റിൽ പറന്നത്. ഇന്ത്യാ സഖ്യത്തിൻ്റെ ഉറച്ച പിന്തുണയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ് തലയും കുനിച്ച് പുറത്തിറങ്ങേണ്ടി വന്നു BJPയുടെ പ്രസിഡന്റിന്. നാട്ടുകാരുടെ പൊതുവികാരം ഉൾക്കൊണ്ട് LDF അംഗങ്ങൾ കൂടി പിന്തുണച്ചതോടെ BJPയുടെ കസേരക്കളി അന്ത്യശ്വാസം വലിച്ചു. ആകെ 14 വാർഡുകളുള്ള പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം നൽകിയിരുന്നില്ല. BJPക്കും കോൺഗ്രസിനും 6 സീറ്റുകൾ വീതവും LDF 2 സീറ്റും നേടി. ഒടുവിൽ നറുക്കെടുപ്പ് എന്ന ഭാഗ്യപരീക്ഷണത്തിൽ ഭരണം BJPയുടെ കയ്യിൽ വന്നു ചേർന്നത് അവർ ഇപ്പോൾ മറന്നു. എന്നാൽ കിട്ടിയ അവസരം നാടിൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നതിന് പകരം ജനങ്ങളെ പുച്ഛിച്ചു തള്ളാനും പഞ്ചായത്ത് ഓഫീസിനെ സ്വന്തം പാർട്ടി ഓഫീസാക്കി മാറ്റി അഴിമതി നടത്താനുമാണ് BJP ഉപയോഗിച്ചത് എന്ന് നാട്ടുകാർ തന്നെ പറയുകയാണ്. കട്ടപ്പുറത്തായ വികസനവും നാണം കെട്ടൊരു ഭരണ പരാജയവും കൊണ്ട് തന്നെയാണ് അവിശ്വാസ പ്രമേയമെന്ന വഴി കോൺഗ്രസ് തെരഞ്ഞെടുത്തത്. അത് പാസ്സായതോടെ BJP ആസായിപ്പോയി എന്ന് പറയേണ്ടി വരും. ഇതൊരു തുടക്കം മാത്രമാണ്. കേരളത്തിലുടനീളം BJPക്ക് കിട്ടിയ താൽക്കാലിക ആശ്വാസങ്ങൾ ഓരോന്നോരോന്നായി കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാലക്കാട് നഗരസഭയിലും പന്തളത്തും വർക്കലയിലുമെല്ലാം അവിശ്വാസങ്ങളുടെയും ജനരോഷത്തിൻ്റെയും തീപ്പൊരികൾ ഉയർന്നത് നമ്മൾ കണ്ടു. ജനങ്ങളെ വിഭജിച്ചു ഭരിക്കാമെന്ന മോഹത്തിന് കേരളത്തിൻ്റെ മണ്ണിൽ ആയുസ്സില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ വീഴ്ചകളെല്ലാം. അതിലും വലിയൊരു ബോംബാണ് തിരുവനന്തപുരത്ത് പൊട്ടാൻ പോകുന്നത്. BJPയുടെ അഭിമാന സ്തംഭമെന്നവർ അവകാശപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭാ ഭരണവും ഇതാ ഏതു നിമിഷവും കയ്യിൽ നിന്ന് പോകുമെന്നൊരവസ്ഥയിലാണ്. ഇവിടുത്തെ ജനവിരുദ്ധ ഭരണത്തിനെതിരെ പ്രതിപക്ഷ തരംഗം ആഞ്ഞടിക്കുമ്പോൾ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന തലസ്ഥാനത്തെ കോട്ടയും തകർന്നടിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. നാരങ്ങാനത്ത് BJP പുറത്തായി കഴിഞ്ഞു. ഏതായാലും ഇനി പുതിയ അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. വളഞ്ഞ വഴിയിലൂടെ കിട്ടിയ ഭരണം പട്ടിണി കിടന്നു നശിച്ചു എന്ന് പറയുന്നത് പോലെ അഹങ്കാരവും വികസന മുരടിപ്പും മാത്രം സമ്മാനിച്ച BJPക്ക് നാരങ്ങാനത്തെ മണ്ണിൽ കിട്ടിയത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ്. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനങ്ങളെ മറന്ന അഹങ്കാരം കാണിക്കുന്ന ഏതൊരു BJP ഭരണസമിതിക്കും വരാനിരിക്കുന്ന പതനത്തിൻ്റെ മുന്നോടിയാണ് നാരങ്ങാനത്ത് കണ്ടത്. ഇത് തുടക്കം മാത്രം. തിരുവനന്തപുരം ഉൾപ്പെടെ BJP സ്വപ്നം കാണുന്ന മറ്റു തട്ടകങ്ങളും വൈകാതെ തവിടുപൊടിയാകും എന്നതിൻ്റെ സൂചന കൂടിയാണിത്.